ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഇവൻറ്റിന് പോകാൻ വേണ്ടിയാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇന്ന് ഇൻഫോസിസിലെ പെറ്റിറ്റ് ഇൻഫോഷൻ ഡേ ആണ്. പെറ്റിറ്റ് ഇൻഫോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസിസ് എംപ്ലോയീസിൻ്റെ കുട്ടികളാണ്. സോ അവർക്കായിട്ടുള്ളൊരു ഡേ ആണ് പെറ്റിറ്റ് ഇൻഫോഷൻ ഡേ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവരുണ്ട് ഞങ്ങളുടെ കൂടെ ഇന്ന്. ക്യാമ്പസിലെത്തി കാറെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ക്യാമ്പസിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അവിടെ എത്തി ആദ്യം തന്നെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. തമിഴ് വോളണ്ടിയർ ആയതുകൊണ്ട് തന്നെ അവനുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും. പെറ്റിറ്റ് ഇൻഫൂഷൻ ഡേ വോളണ്ടിയറിങ് മാത്രം ചെയ്തിരുന്ന ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പെറ്റിറ്റ് ഇൻഫൂഷൻ ഡേ അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട് കേട്ടോ. രജിസ്ട്രേഷൻ ഡെസ്കിൽ നിന്ന് വെൽക്കം കിറ്റൊക്കെ വാങ്ങി ഞങ്ങൾ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. FC വെച്ചാണ് ഇവൻറ്റ്സ് ഒക്കെ. അങ്ങോട്ടേക്കാണ് ഞങ്ങളീ പോകുന്നത്. ക്യാമ്പസിലെത്തി ആദ്യം കണ്ടത് പ്രശോൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അഞ്ജു ചേച്ചീനെയായിരുന്നു. പിള്ളേർക്ക് വേണ്ടി ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞതൊക്കെ കണ്ടുകൊണ്ടുള്ള നടപ്പാണ്. ഇതിലൊന്നും കയറാനുള്ള പ്രായമാവാത്തതുകൊണ്ട് വെറും ആസ്വാദനം മാത്രമാണ് കുഞ്ഞിനുണ്ടായത്. കുഞ്ഞവിടെ നോക്കൂ. കുഞ്ഞുവിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ക്യാമ്പസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് കൊണ്ടുവന്നത് വേർത്താണെന്ന് ഞങ്ങൾക്ക് തോന്നി. FC എൻട്രൻസ് ആണ് ഇനിയുള്ളത്. ഇത്തവണത്തെ പെറ്റിറ്റ് ഇൻഫോഷൻ ഡേ തീം ഒരു കോസ്മിക് തീമാണ്. ഓരോ വർഷവും പെറ്റിറ്റ് ഇൻഫോഷൻ ഡേക്ക് ഓരോ തീമായിരിക്കും. എൻട്രൻസ് എല്ലാം അവർ അടിപൊളിയായിട്ടൊരു കോസ്മിക് തീമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷൈനി, പ്രശോൻ്റെ ടീംമേറ്റ് ആണ്. ഇവരൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന ടാഗിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണ് കേട്ടോ. ഷൈനിക്ക് വീഡിയോയിൽ വരെ നല്ല മടിയുള്ളത് കാരണമാണ് ബലൂൺ വെച്ച് മുഖം മറച്ചിരിക്കുന്നത്. ഇത് ഷൈനിയുടെ മോൻ. ആദ്യത്തെ ഇവൻ്റ് തന്നെ ഒരു മാജിക് ഷോ ആയിരുന്നു. പിള്ളേരെല്ലാവരെയും പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു മാജിക് ഷോ. കുഞ്ഞ് പിന്നെ അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു മാജിക് ഷോ. എന്തെങ്കിലും മനസ്സിലായിട്ടാണോ എന്തോ.
ഇത് ജെറിൻ ചേട്ടനും വൈഫും മോളും. ആൻസിയുടെയും കുഞ്ഞുവിൻ്റെയും ഫസ്റ്റ് മീറ്റപ്പാണിത്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിം സ്റ്റോൾസും ഇന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിറ്റ് ഇൻഫോഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരു പോട്ടറി മേക്കിംഗ് സെഷൻ. എനിക്ക് ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യമായിരുന്നു ഈ കാരിക്കേച്ചർ ഡ്രോയിങ്. ഇന്ന് അവിടെ വന്ന മിക്ക പിള്ളേരുടെയും മുഖത്ത് ഇങ്ങനെ ഫേസ് പെയിൻറ്റിങ് കാണാമായിരുന്നു. സംഭവം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂൾ കണ്ടക്ട് ചെയ്ത ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനും ഇന്നുണ്ടായിരുന്നു. ഇത്ര നന്നായിട്ടാണ് ഓരോരുത്തരും വരയ്ക്കുന്നതെന്നറിയോ. ഇതാണ് ക്യാമ്പസിനകത്തെ ജിം. ഇത് ആശിഷും വൈഫും മക്കളും. അവരോട് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതാണ് ക്യാമ്പസിലെ ഗ്രൗണ്ട്. ട്രിവാൻഡ്രം ഇൻഫോസിസ് ക്യാമ്പസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ് കേട്ടോ. FC-യിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡിഷ് ഓർഡർ ചെയ്യാം എന്നുള്ള ഡിസിഷനിലെത്തി ഞങ്ങൾ. കുഞ്ഞുവിന് പാലും ഞങ്ങൾക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ അവിടെ ഇരുന്നു. ഈ ബിൽഡിങ്ങിലാണ് ഞാനും പ്രശോവും വർക്ക് ചെയ്യുന്നത്. പ്രശോ 3rd ഫ്ലോറിലും ഞാൻ 6th ഫ്ലോറിലും. ലഞ്ച് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും പിള്ളേരുടെ ടാലൻറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് 4 മണിയായിട്ടും ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ ക്യാപ്പൊക്കെ വെൽക്കം കിറ്റിൽ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഒരു ബാഗൊക്കെ കിട്ടി. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.